ശിവൻ ഗംഗാധരനാണ്. അമൃതസ്വരൂപിണിയായ ഗംഗയെ അവിടുന്ന് സദാ ശിരസിൽ ധരിക്കുന്നു. ഗംഗ ശീതളമയുടെ പര്യായമാണ്. ഏത് പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലും ഭഗവാന്റെ ശിരസ് അന്ധകരണവും ശാന്തമായിരിക്കും. ശിരസ് കുളിർമയോടെ ഇരിക്കുമ്പോഴും അവിടുത്തെ ഹൃദയം ലോകത്തോടുള്ള കാരുണ്യം കൊണ്ട് ഊഷ്മളമാണ്. സർവനാശകമായ കാളകൂട വിഷത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പരമശിവൻ പാനം ചെയ്ത് തണുത്ത ശിരസും ഊഷ്മളമായ ഹൃദയവുമാണ് നമുക്ക് ആവശ്യമെന്നാണ് ശിവൻ സ്വന്തം മാതൃകളുടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് കാണുന്നത് നേരെ മറിച്ചാണ്. ചൂടുള്ള ശിരസും തണുത്തുറഞ്ഞ ഹൃദയങ്ങളുമാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. ലോക ചിന്തകൾ കൊണ്ടുള്ള ചൂടാണ് ഓരോരുത്തരുടെയും ശിരസിൽ. ഹൃദയമായിട്ട് സാർത്ഥത കൊണ്ടും നിർവികാരത കൊണ്ടും തണുത്തുറഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ ശിരസ് തണുത്തിരിക്കുകയാണെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും ശാന്തമായി കൈകാര്യം ചെയ്യാനും അത് നമുക്ക് അനുകൂലമാക്കി തീർക്കാനും സാധിക്കും. ഇത് പറയുമ്പോൾ ഒരു സംഭവമാണ് അമ്മയ്ക്ക് ഓർമ്മ വരുന്നത്. അടുത്തിടെയായി കല്യാണം കഴിച്ച് ആ സ്ത്രീ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഷോപ്പിൽ പോയപ്പോൾ പഴയ കൂട്ടുകാരിയെ കണ്ട്. പഴയ കൂട്ടുകാരി ചോദിച്ച്, നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കല്യാണം കഴിച്ച സ്ത്രീയോട് ചോദിച്ചു. അദ്ദേഹം സാക്ഷാൽ മഹാദേവനേക്കാളും കേമനാണ്. എന്നെ കൂട്ടുകാരി ചോദിച്ചു, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? എന്നും അമൃത് കുടിക്കുന്നവരെ അല്ലേ നമ്മൾ ദേവന്മാരെന്ന് പറയുന്നത്. ഒരിക്കൽ മാത്രം വിഷം കുടിച്ച ശിവൻ മഹാദേവനായി. അപ്പോൾ എന്നും വിഷം കുടിക്കുന്ന ഭർത്താവ് മഹാദേവനേക്കാളും വലിയ ആളല്ലേ? സനാതന ശിവപാർവതിമാർ മാതൃകാ ദമ്പതികളായിട്ടാണ് പറയുന്നത്. ശിവനും ശക്തിയും എല്ലാ പ്രകാരത്തിലും തുല്യരാണ്. തേനും അതിൻ്റെ മാധുര്യം പോലെ വേർപഴിക്കാൻ കഴിയാത്തവരാണ്. സ്നേഹത്തിൽ അവർ ഒന്നായി. ആദ്യം മെയ്യുകൾ അവർ പരസ്പരം നൽകി അർത്ഥനാരീശ്വരനായി. അവിടെ രണ്ടില്ല, ആ ശരീരത്തിൽ ചേർന്നിരിക്കുകയാണ്. ഒന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ചേർന്നിരിക്കുകയാണ്. പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ അന്യോന്യം മനസ്സിലാക്കാൻ പ്രയാസമില്ല. മൗനത്തിൻ്റെ അർത്ഥം പോലും ഹൃദയം കൊണ്ട് അറിയാൻ കഴിയും.